നമസ്കാരം. ഗ്ലോബൽ റിപ്പോർട്ടിന്റെ വാക്കി ടോക്കിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്ലോബിന്റെ രണ്ടറ്റത്തു നിന്ന് ഞെട്ടിക്കുന്ന രണ്ട് തലക്കെട്ടുകളായി തരംഗമായി മാറിയിരിക്കുകയാണ്. ടെക്സസിലെ ഹ്യൂസ്റ്റണിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജിയായ KP ജോർജ് ഒരു ഞെട്ടിക്കുന്ന കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായി. ഇത് തദ്ദേശ ഭരണത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തിൽ ഇളക്കം തട്ടിയിരിക്കുകയാണ്. എസ്പെഷ്യലി ഒത്തിരി മലയാളികൾ കൗണ്ടി കൗൺസിൽ മെമ്പേഴ്സായും മേയേഴ്സായും മത്സരിക്കുന്ന ഈ സമയത്ത്. അതേസമയം ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ പണം കണ്ടെടുത്തത് സംബന്ധിച്ച് അധികാരികൾ അന്വേഷണം നടത്തുകയാണ്. ഇത് ജുഡീഷ്യറിയുടെ സമഗ്രതയെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഉന്നത ഓഫീസുകളിലെ അഴിമതിയുടെ ആഗോള പ്രതിസന്ധിയെ നമ്മൾ നേരിടുന്നുണ്ടോ? ജനാധിപത്യത്തിനും ഉത്തരവാദിത്തത്തിനും നിയമവാഴ്ചയ്ക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സിസ്റ്റം തകർന്നോ, അതോ ഒടുവിൽ ശക്തരായവരെ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ സിസ്റ്റം തയ്യാറെടുക്കുന്നു? എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഷാജനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. വെരി ഗുഡ്. ഈ ലോകം മുഴുവൻ ഇങ്ങനെ അഴിമതിയും കറപ്ഷനും ലോണ്ടറിങ്ങും കള്ളപ്പണവും പരിപാടിയൊക്കെ ആയിട്ട് ഏതായാലും ലോകത്തിലുള്ള സകല രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുക. കൂട്ടത്തിൽ ഈ ജഡ്ജിമാരും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചിന്ത. മനുഷ്യരുടെ ആകെയുള്ള പ്രതീക്ഷ ഈ നിയമ വാഴ്ചയിലാണല്ലോ, ലൈക്ക് ജുഡീഷ്യറിയിലാണല്ലോ. നമ്മൾ എപ്പോഴും പറയല്ലേ, എന്താ ജിൻസെ പറയാ, ഫോർത്ത് എന്ന് പറയുന്നത് അതൊരു ജുഡീഷ്യറി എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ലാസ്റ്റ് റിസോർട്ട്. എല്ലാം പ്രതീക്ഷയും പോയി കഴിയുമ്പോൾ കോടതിയെ സമീപിക്കുക. നമ്മൾ പറയാം ഈ രാജ്യത്ത് നിയമവും നിയമ സംഹിതകളും ഒക്കെ അപ്പം സോ ഞാന് പറയുന്ന ഈ വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പാണ് നമ്മുടെ ഈ KP ജോർജിന്റെ കാര്യം, പിന്നെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജിന്റെ കാര്യം ഇന്നലെയാണ് പുറത്തു വന്നത്. ഇന്നലെ മിനിഞ്ഞാന്നുമാണ്. ഈ ടെക്സസിലെ ഏറ്റവും വലിയ കൗണ്ടികളിൽ ഒന്നാണ് ഈ ഫോർട്ട് ബെൻഡ് കൗണ്ടി എന്ന് പറയുന്നത്. അത് ഹ്യൂസ്റ്റണിലാണ്. ഹ്യൂസ്റ്റൺ മെട്രോ സിറ്റി ആ ഏരിയ ആണ്. ഞങ്ങളുടെ ഫാമിലി ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഈ ഫോർട്ട് ബെൻഡ് കൗണ്ടി മുഴുവൻ മലയാളികളും ഇന്ത്യക്കാരും തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ. അവിടെ എനിക്ക് തോന്നുന്നൊരു 4 വർഷം മുമ്പോ 5 വർഷം മുമ്പാണ് അദ്ദേഹം ആദ്യമായിട്ട് ജയിക്കുന്നത്. അന്നത് ഭയങ്കര വാർത്തയായിരുന്നു. കാരണം വൺ ഓഫ് ദ ടോപ്പസ്റ്റ് പൊസിഷൻ, കൗണ്ടിയുടെ ടോപ്പ് ഓഫ് ദ ലൈൻ പൊസിഷനാണ്. ആ പുള്ളിയാണ് കൗണ്ടിയുടെ എല്ലാം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനിച്ചു. അന്ന് ഈ പാർട്ടി എന്താ, ഡെമോക്രാറ്റ് ആണോ റിപ്പബ്ലിക്കൻ ആണോ എന്ത് കുന്തവരുമായിട്ട് ഒരു മലയാളി ടെക്സസിലെ ഏറ്റവും വലിയ കൗണ്ടിയുടെ ജഡ്ജായി എന്ന് പറയുമ്പോ അദ്ദേഹം അതിനകത്ത് നമുക്കെല്ലാം അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളി ഇപ്പോ ഉള്ള ഈ മണി ലോണ്ടറിങ് 2 ചാർജ് ഉണ്ട്, 2 കേസുണ്ട്. അതിനു മുൻപ് ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് വേറൊരു അലിഗേഷൻ വന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് ഒരു പട്ടേൽ ഉണ്ടായിരുന്നു, ഒരു ലേഡി സ്റ്റാഫാണ്. ആ സ്റ്റാഫിനെ കൊണ്ട് ഈ പുള്ളിക്കാരന് പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ കൊണ്ട് പുള്ളിക്കാരൻ എഴുതിപ്പിച്ചു. അപ്പോൾ ആളുകൾ, കാരണം ഇലക്ഷൻ വിൻ ചെയ്യാനായിട്ടുള്ള ടിപ്പിക്കൽ ഡെമോക്രാറ്റുകളുടെ പരിപാടി പുള്ളി ചെയ്തു. അപ്പൊ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ആദ്യം ഇവിടെ ഒരു പാർട്ടിസാൻ ഇലക്ഷൻ എന്നുള്ള നിലയിലല്ല, കൗണ്ടി ജഡ്ജ് എന്ന് പറയുന്ന അവരൊരു പാർട്ടിയുടെ ആളിനപ്പുറത്തായിട്ടൊരു നോൺ പാർട്ടിസാൻ ഇലക്ഷൻ എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ ഇതിനെ കണ്ടത്. പക്ഷെ ഈ അലിഗേഷൻ വന്ന സമയത്താണ് മനസ്സിലായി ഇദ്ദേഹം ഡെമോക്രാറ്റ് ആയിട്ടാണ്. അതൊരു ഡെമോക്രാറ്റിക് കൗണ്ടിയാണ്, കാരണം അവിടെ ലിബറൽ കൗണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു, അത് കേസായിട്ട് ഈ സ്റ്റാഫ് പോലീസ് അറസ്റ്റ് ചെയ്തു, അവർ ജയിലിൽ പോയി. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ ജയിച്ചു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യൻസിന്റെയും എസ്പെഷ്യലി മലയാളികളുടെയും വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അത് കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ വീണ്ടും ജയിച്ച് ഇപ്പൊ വന്നിരിക്കുന്നത് ഏതാണ്ട് $150,000 വരുന്ന മണി ലോണ്ടറിങ് കേസ്. ഫെഡറൽ ക്രൈമാണ്, വളരെ സീരിയസ് ഇഷ്യൂ ആണ്.
ആള് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നേരെ ഷെറിഫിന്റെ ഓഫീസിൽ ചെന്ന് പുള്ളിക്കാരൻ കീഴടങ്ങി ജയിലിലായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ബെയില് എമൗണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ബെയിൽ എടുത്ത് വെളി വരുമായിരിക്കും. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. പുള്ളിയെ ഇവര് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനോ മറ്റോ വിളിപ്പിച്ച സമയത്ത് പുള്ളിക്കാരന്റെ അധികാരമൊക്കെ പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കി. ഐസ് അതിനകത്തിൽ ഇടപെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇടപെട്ടു എന്ന് അറിയുന്നു. അപ്പൊ എന്തായാലും ഒരു വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഡൽഹിയിൽ നടന്നതുമായിട്ടും ഇതുമായിട്ടും എല്ലാം കൈൻഡ് ഓഫ് വളരെ സിമിലർ ആണ്. അവിടെ ഒരു ഹൈക്കോടതി ജഡ്ജ്, ഇവിടെ അത് അപ്പോയിന്റഡ് പൊസിഷൻ ആണെങ്കിൽ ഇത് എലക്റ്റഡ് പൊസിഷൻ ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് അതേ ഉള്ളൂ. ഇതൊരു പൊളിറ്റിക്കലി എലക്റ്റഡ് പൊസിഷൻ ആണ്. പക്ഷെ എന്തായാലും ഇന്ത്യക്കാർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇന്ത്യൻ ആയി എന്നാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇട്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഹീസ് ആൻ ഇന്ത്യൻ. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒരു നാണക്കേടായി. പ്രത്യേകിച്ച് ആ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലും അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ കൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റിലെ സ്റ്റേറ്റ് ഹൗസിലേക്കൊക്കെ മത്സരിച്ച പല മലയാളികളെ എനിക്കറിയാം. ഡാൻ മാത്യൂസ് പോലുള്ള ആളുകളൊക്കെ അവിടെ മത്സരിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു എന്താ പറയാ, അതെല്ലാം ഇവരെ ബാക്ക് ഫയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ഒരു കൺസേൺ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഇത് ഇത്രയും പറയുമ്പോഴും ഇപ്പോ നമുക്ക് ഇവിടെ ഇലക്ഷൻ വരികയാണ്. മെയ് 3-4 ഇലക്ഷൻ ആണ്. ഇപ്പൊ ഏർലി വോട്ടിംഗ് ഏപ്രിൽ 18-19 ഏർലി വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കേസും നമ്മുടെ മലയാളി സമൂഹത്തിന്റെ, എസ്പെഷ്യലി മലയാളി സമൂഹം, ഇന്ത്യൻ സമൂഹത്തെ മൊത്തം എടുക്കുമ്പോഴും എസ്പെഷ്യലി മലയാളി സമൂഹം, നമ്മുടെ ഒത്തിരി ആൾക്കാര് കൗണ്ടി കൗൺസിലേക്കും മേയേഴ്സ് ആയിട്ടും ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഈ ഒരു കേസ് KP ജോർജ് എന്നുള്ള പേരും ഈ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ ഒരു ഇതും എത്രത്തോളം ബാധിക്കുമെന്നാണ് ജിൻസ്മോന് പറയാനുള്ളത്? ഞാന് ഈ ഷാജൻ പറഞ്ഞ ഒരു പാർട്ടി ബേസിലല്ല, ഇപ്പം ഡെമോക്രാറ്റ് ആയതുകൊണ്ട് പുള്ളി കറപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്, ഇവിടെ ഒരു പൊതുവെ ഇപ്പൊ പ്രത്യേകിച്ച് ന്യൂയോർക്കിലൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ഈസ്റ്റ് കോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളത്. ഇവിടെ ഒരു ചൊല്ലുണ്ട്, ഇവിടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഒരു വെള്ളക്കാരനെ അദ്ദേഹത്തിനെ താഴെ ഇറക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ ഒരു ഇന്ത്യക്കാരൻ സുഹൃത്തിനെ ബന്ധപ്പെടുത്തി കൊടുത്താൽ മതി. അത് സ്വാഭാവികമായിട്ടും അയാൾ ആ കറപ്ഷന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ആ വെള്ളക്കാരനെ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് ഇവിടെ നല്ലൊരു ഉദാഹരണമുണ്ട്. ഞാൻ താമസിക്കുന്ന നാസോ കൗണ്ടി എന്ന് പറയുന്നത് അമേരിക്കയിലെ 3200 കൗണ്ടി ഉള്ളതിൽ 6ാമത്തെ ഒരു റിച്ചസ്റ്റ് കൗണ്ടിയാണ് നാസോ. ഇവിടെ ഒരു 8 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇവിടുത്തെ കൗണ്ടി എക്സിക്യൂട്ടീവ്, ഈ കൗണ്ടി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് തന്നെയാണ് ഫോർട്ട് ബെൻഡ് കൗണ്ടി. എനിക്ക് തോന്നുന്നു ടെക്സാസിൽ ഈ കൗണ്ടി ജഡ്ജ് എന്ന് പറയുന്നത് കൗണ്ടി എക്സിക്യൂട്ടീവിന്റെ, അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതായത് ആ പഞ്ചായത്തിന്റെ തലവൻ. അത് അവിടെ കൗണ്ടി ജഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ജഡ്ജിന്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഈ കൗണ്ടി എക്സിക്യൂട്ടീവ് ആണ് അവിടെ. അപ്പൊ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്ത ഒരു നേതാവാണ് KP ജോർജ്. KP ജോർജ് നമ്മുടെ പല പരിപാടികളിലും നമ്മൾ വന്ന് പങ്കെടുക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല ലീഡറാണ്. അപ്പം അദ്ദേഹം ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പൊളിറ്റിക്സിന്റെ അകത്ത് വന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നത് സാധാരണ എല്ലാ ഭരണ നിർവഹണ രംഗത്തും രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ ലീഡർഷിപ്പിന് ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് എത്രമാത്രം ശരിയുണ്ട്. പൊളിറ്റിക്കലായിട്ട് എനിമീസ് വരുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഈ അലിഗേഷൻസ് ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവിടെ മലയാളികൾ അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒത്തിരി ഇന്ത്യക്കാർ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് വുമനായിട്ട് US വന്ന പ്രമീള ജയപാൽ, പിന്നെ ഫസ്റ്റ് അവർ ഇന്ത്യൻ സെനറ്റർ ടു ന്യൂയോർക്ക് സ്റ്റേറ്റ് കെവിൻ തോമസ്, അത് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ആയിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി മലയാളികൾ തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുണ്ട്. പല കൗണ്ടികളിലും പല സ്റ്റേറ്റിലും പല പൊസിഷനിലും പല ലെവലിലും നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവിടെ നല്ല ശതമാനം ആൾക്കാർ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം വരുന്ന 4 കോടിയോളം വരുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയിൽ വ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു തലമുറയെ ഈ അഴിമതി ബാധിക്കുക എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കുന്ന ഇന്ത്യക്കാർക്ക് പൊതുവെ അത് ബാധിക്കാൻ, ആ ഷാജൻ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്.
വരുന്ന ഇലക്ഷനുകളിൽ ഇതുണ്ട്. പക്ഷെ ഇവിടെ ന്യൂയോർക്കിൽ ഈ ചൊല്ല് തന്നെ ഇവിടെ ഇപ്പൊ ഇതൊരു വലിയ കേസായിരുന്നു. ഒത്തിരി ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കൗണ്ടി എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ ഭാര്യനെ ബിസിനസ്സിൽ, അതായത് ഇന്ത്യക്കാർ ബന്ധപ്പെടുന്ന ഹോട്ടൽ ഇൻഡസ്ട്രി ബിസിനസ്സിൽ ജോലി കൊടുത്ത് 150,000 സാലറി ഒക്കെ മേടിച്ച് ആ സാലറി മേടിക്കുന്ന ഈ ആള് ഹോട്ടൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അനവധി ഹോട്ടൽ ഉണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. എനിക്ക് ആൾക്കാരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം അവരൊക്കെ വളരെ വളരെ വലിയ ശിക്ഷയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അതിന്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവര് ഈ പറഞ്ഞ കൗണ്ടി എക്സിക്യൂട്ടീവിന്റെ വൈഫ് ഇവര് ഫാമിലി ആയിട്ട് ഇന്ത്യയിൽ ടൂർ പോകുന്നു, ഗോവയിൽ ബീച്ചിൽ കൂടെ കളിച്ചു നടക്കുന്നു. അതൊക്കെ ഇവിടുത്തെ ഒരു അണ്ടർ കവർ ഓപ്പറേഷനിൽ കൂടിയാണ് ഇവിടുത്തെ ന്യൂസ് ഡേ ഒക്കെയാണ് ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവര് ഇന്ത്യൻ പത്രപ്രവർത്തകരായിട്ടുള്ള ഇന്ത്യൻ മാധ്യമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് നല്ല കൃത്യമായിട്ട് അറിയാം. വലിയൊരു കേസായിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റീനെ ഇവർ ഈ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ശത്രുത വലിയ രീതിയിലുണ്ടാവും. അപ്പം കുറച്ചുകൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നിടത്ത് കുറച്ചുകൂടെ കെയർഫുൾ ആണ്. ഇപ്പൊ ഇന്ത്യയിൽ അദ്ദേഹം കൗണ്ടി എക്സിക്യൂട്ടീവ് ആണ്, കൗണ്ടി ജഡ്ജ് ആണെങ്കിലും നമ്മൾ കാണുന്ന വളരെ ഒരു വിധത്തിലും കറപ്ഷൻ ബാധിക്കാത്ത ഈ 4 പില്ലറുകളിൽ ഒന്നായ ഈ കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പൊ ഡൽഹിയിലെ കേസ് വളരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ജഡ്ജ് ഇറക്കിയിട്ടുള്ള എല്ലാ വിധികളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കറപ്ഷന്റെ നെറ്റ്വർക്ക് തന്നെ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇത് പറയാനുള്ളത്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് ഇതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് ഒരു ചെറിയ ഒരു പ്രശ്നം ഇപ്പം ഇതിൽ വരുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നും വിധിക്കാനായിട്ട് അദ്ദേഹം സാധാരണ ഇവിടെ പ്ലീഡ് ഗിൽറ്റി ആയിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ജയിലിലേക്ക് പോകും. അത് ആ കൗണ്ടിയിൽ ഒത്തിരി മലയാളികൾ താമസിക്കുന്ന, ഷാജൻ പറഞ്ഞ ഒത്തിരി മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. ജിൻസ് പറഞ്ഞതിനോട് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴത്തേനും ഇവിടുത്തെ നിയമം അനുസരിച്ച് ഏതെങ്കിലും നമ്മളൊരു ഫെലനി ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് അവരെ തുടരാൻ അനുവദിക്കുകയില്ല. പക്ഷെ നമ്മളിപ്പോ ഇന്ത്യയിലുള്ള കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായി, ഫയർഫോഴ്സ് അവിടെ എത്തുന്നു, പോലീസ് എത്തുന്നു, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, തീ അണയ്ക്കുന്നു. അപ്പോഴാണ് ഈ നോട്ടുകെട്ടുകള് ചെറുതല്ല, കുറച്ചല്ല, ഒരുപാട് നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നു. കരിഞ്ഞ നിലയിലും കരിയാത്ത നിലയിലുമുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നു. ഈ റിപ്പോർട്ട് അവര് ഹയർ ഒഫീഷ്യൽസിന് കൈമാറുന്നു. അതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് കേസിലോട്ട് പോകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവരത് അടുത്തൊരു വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ആസാദിന്റെ അഭിപ്രായം? സാധാരണഗതിയില് നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. ഈ വിഷയത്തിലും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഒരു കമ്മിറ്റി, അത് കൊളീജിയം അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തു തന്നെയായാലും നിലവിൽ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷെ അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ച് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള അന്വേഷണമാണുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമസംഹിത അനുസരിച്ച് അൺടിൽ പ്രൂവൻ ഗിൽറ്റി നമുക്ക് അയാളെ കുറ്റക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. ഈ പൈസ അവിടെ കൊണ്ടുവച്ചതാണോ, ഫയർ എങ്ങനെ ഉണ്ടായി തുടങ്ങി ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം വിശ്വാസ്യതയാണ്. അതായത് ബാക്കി 3 സ്റ്റേറ്റുകളും നീതി നൽകുന്നില്ല എന്ന് കാണുമ്പോൾ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് നിയമ സംവിധാനങ്ങളാണ്. അവിടെ നിന്ന് നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് സാധാരണക്കാരായ ജനങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ഒരു ജഡ്ജ് എന്ന് പറയുന്ന ഒരു ജഡ്ജായിട്ടല്ല നമ്മൾ കാണുന്നത്. ഒരു ജഡ്ജിനെ ഒരു കോടതിയായിട്ടാണ് കാണുന്നത്. സിംഗിൾ ബെഞ്ച് കോടതിയുണ്ട്, ഡിവിഷൻ ബെഞ്ച് കോടതിയുണ്ട്, സുപ്രീം കോടതിയിലേക്ക് വരുമ്പോഴത്തേനും കൂടുതൽ അംഗങ്ങളുള്ള കോടതിയുണ്ട്. അങ്ങനെയുള്ള ബെഞ്ചുകളുണ്ടാവും. പക്ഷെ ഒരാളിരുന്നാലും ആ കോടതിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ജഡ്ജി എവിടെ ഇരിക്കുന്നോ അതാണ് കോടതി. ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ച്. അമേരിക്കയുടെ എനിക്ക് അത്ര വശമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞു. ജഡ്ജി അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ന്യായീകരിച്ചു പറയില്ല. പക്ഷെ എങ്ങനെയാണ് ഈ തീപിടുത്തം അവിടെ ഉണ്ടായത്, എങ്ങനെയാണ് ഇത്രയും നോട്ടുകെട്ടുകൾ അവിടെ വന്നത്, ഇത് ആരെങ്കിലും കൊണ്ടുവച്ചതാണ് തുടങ്ങിയ അന്വേഷണങ്ങളിലേക്ക് വിശദമായിട്ട് പോകും. ഈ തീയുണ്ടായ സമയത്ത് അവിടെ വന്ന അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിക്കുകയും പോലീസ് അവരുടെ ഹയർ അതോറിറ്റിയെ അറിയിക്കുകയും, കാരണം ഇതൊരു വെറും ഒരു സ്ഥലത്തു നിന്നല്ല കണ്ടെത്തിയിരിക്കുന്നത്. ഇനി
അതുപോലെ തന്നെ ഈ കണ്ടെത്തി എന്ന് പറയുന്നതിനെ കുറിച്ച് വരെ സംശയങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് എത്ര കണ്ടെത്തി എന്നുള്ളതിനെ കുറിച്ച് പോലും സംശയങ്ങളുണ്ട്. എത്രയുണ്ട്? ഇതൊക്കെ മീഡിയയിൽ ലീക്ക് ഔട്ട് ചെയ്ത് വരുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ ഊഹാപോഹങ്ങൾ വിടാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗം കൂടിയാണ്. അതായത് ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും അവസാനത്തെ അത്താണിയായിട്ടുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തറക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് സസ്പെൻഡ് ചെയ്തു, അല്ലെ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു കാര്യം വന്നു. അതേസമയം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആസാദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുമ്പോഴും വേറൊരു ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തി എന്ന് പറയുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും ഇത് കണ്ടെത്തി എന്ന് കണ്ട ഉടനെ തന്നെ അത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് ലീക്ക് ഔട്ട് ആവുകയും ചെയ്യുന്നു. അവിടെയാണ് നമുക്കൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് ഇത് ലീക്കായി മറ്റു മാധ്യമങ്ങൾക്ക് വന്നു, ജനങ്ങളെല്ലാം അറ്റ് ദ സെയിം ടൈമിൽ ഇത് ജനങ്ങളെല്ലാം അറിയുന്നു. സോ അതാണ് ക്വസ്റ്റ്യൻ വന്നത്. ആസാദ് ആ ചോദ്യം ഉന്നയിച്ചതിന്റെ കാരണവും അത് തന്നെയാണ് അല്ലെ? അത് തന്നെയാണ് കാരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുപരി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ നമ്മളപ്പം വില കുറച്ച് കാണരുത്. നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റുകളിൽ ഒന്നായ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് വാർത്ത കിട്ടിയാലും ജഡ്ജിയുടെ വീട്ടിലാണെങ്കിലും അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ പോലീസിലൊക്കെ ഇഷ്ടംപോലെ സോഴ്സസ് ഉള്ള നല്ല ഒന്നാം തരം സോഴ്സസ് ഉള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുമ്പോൾ ഒരു മീഡിയയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മലയാളത്തിലെ ഒരൊറ്റ മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ബി ദിലീപ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അന്ന് ഇന്ത്യ വിഷനിലാണ് റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് നാഷണൽ മീഡിയയിലുള്ള ആളുകൾക്ക് ആ വാർത്ത കൺഫേം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും മിടുക്കരായ മാധ്യമ പ്രവർത്തകരുള്ള ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തോട്ട് വരുന്നതിനെ കുറിച്ച് നമ്മൾക്ക് അതിൻ്റെ അകത്തൊരു സംശയമില്ല. പക്ഷെ ഈ സംഭവം ഉണ്ടായതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ആ സംഭവം ഉണ്ടായി? കാരണം ജഡ്ജി ആ സമയത്ത് വീട്ടിലില്ല. ആ സമയത്ത് ആരെങ്കിലും കൊണ്ടുവച്ചതാണോ? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെ ഒരു ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തിയാൽ ആ സമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉണ്ടാവുന്ന ഒരു കളങ്കം ഉണ്ടാക്കുന്ന ഒരു പേര് അതിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷെ നാളെ ഈ ജഡ്ജി ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള കോടതിയുണ്ട് നമുക്ക്. അതായത് അത് എന്താണെങ്കിലും ഇത്തരം ജഡ്ജിമാരുടെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് ഓഫ് കോഴ്സ് സുപ്രീം കോടതിയുടെ ഒക്കെ പരിഗണനയിലും മേൽനോട്ടത്തിലും മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നടക്കുക. പല കാര്യങ്ങളും കേസ് നടന്ന് ശിക്ഷിക്കപ്പെട്ട പല ആളുകളും വർഷങ്ങൾക്ക് ശേഷം അത് എന്താ പറയാ ഫോൾട്ട് ആയിരുന്നു എന്ന് കണ്ടെത്തി തിരികെ അവരുടെ എന്താ പറയാ ശിക്ഷാ കാലാവധി തീർന്ന് തിരികെ വന്നപ്പോഴത്തേനും ആ കേസ് തള്ളിപ്പോയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അപ്പൊ ഈ KP ജോർജിന്റെ ഈ കാര്യം പറയുമ്പോഴത്തേനും, ജഡ്ജിന്റെ ഈ കാര്യം പറയുമ്പോഴും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ല? ഷാജിനോടാണ് എനിക്ക് ആ ചോദ്യം. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ല? അതായത് ഇതും ഒരു മാനിപ്പുലേറ്റഡ് ആയ ഒന്നായിരിക്കാൻ എന്തുകൊണ്ട് തോന്നുന്നില്ല? എന്തായിരിക്കാം അങ്ങനെ നമുക്ക് തോന്നാത്തത്? ഇപ്പൊ ആസാദ് നമ്മുടെ യശ്വന്ത് വർമ്മയെ കുറിച്ച് പറഞ്ഞ പോലെ KP ജോർജിന്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് ഷാജിന് അങ്ങനെ ചിന്തിക്കാൻ തോന്നാത്തത്? എന്തായിരിക്കും കാരണങ്ങൾ? KP ജോർജിന്റെ കാര്യത്തിലാണ് KP ജോർജ് ഹിംസെൽഫ് ടേൺഡ് ഹിം ഇൻ. KP ജോർജിന് അതിനകത്തിൽ അല്ലെങ്കിൽ പിന്നെ KP ജോർജ് പുള്ളി പോയി ടേൺ ഇൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. He himself turned in, which means he has to prove something. ഗിൽറ്റി. ഇപ്പൊ ഇന്നലെ ഞാൻ I had an issue that I was dealing with the police officer. അപ്പൊ പുള്ളിയാണ് ഇതിനെ സംബന്ധിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, when there is no victim, there is no crime. പുള്ളി എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ടുപേരും ഓൾറെഡി ഒരു ഇഷ്യൂ. ഇപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പോയതാണ്. അപ്പൊ പുള്ളിയോട് ഞാൻ ആദ്യത്തെ കേസിൽ there is a victim. രണ്ടാമത്തെ കേസിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the victim has not come. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, വിക്ടിം ഇല്ലെങ്കിൽ there is no crime, I am not going to charge it. അപ്പൊ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പിന്നെ he is charged. അപ്പൊ അതിന് പ്രൂഫ് ഉണ്ട്, മണി ലോണ്ടറിംഗ് ഉണ്ട്. മണി ലോണ്ടറിംഗ് മാത്രമല്ല, പിന്നെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് പുള്ളിക്കാരന് പിന്നെ അതിനകത്തിൽ ഇത് വരുത്തിയിട്ടുണ്ട്, കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്, ടാമ്പറിംഗ് നടത്തിയിട്ടുണ്ട്, ഗവൺമെന്റ് ഡേറ്റാസിനകത്തിൽ ടാമ്പറിംഗ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം അവരുടെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു കാരണവശാലും ഇവിടെ നമ്മൾ പോലീസ് ഒരു കാരണവശാലും തന്നെയല്ല, അത് നമ്മൾ ഈ പിന്നെ എന്താ ഈ ജൂറി ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ,
ഈ ഡിഫൻസ് ലോയേഴ്സിന്റെ കൂടെ പിന്നെ സസ്പെക്റ്റും വരും. അപ്പം അണ്ടിൽ പ്രൂവൺ ദേ ആർ നോട്ട് ഗിൽറ്റി. അതാണ് നമ്മുടെ ഇവിടെ ആണെങ്കിലും എല്ലായിടത്തും അതാണല്ലോ. അപ്പം കെ പി ജോർജിന്റെ കേസിൽ ടാമ്പറിംഗ് ഓഫ് എവിഡൻസ് ഉണ്ട്, മണി ലോണ്ടറിംഗ് ഉണ്ട്, ഹി ഹാഡ് എ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അനദർ ക്രിമിനൽ ഇഷ്യൂ. മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടി പുള്ളിയോട് റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. സ്വന്തം പാർട്ടിക്കാർ തന്നെ ഐഡന്റിഫൈ ചെയ്തു ദർ ഈസ് ക്രൈം. അപ്പൊ അതിൽ പുള്ളിയുടെ കാര്യത്തിൽ നമുക്ക് അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദർ ഈസ് സോളിഡ് പ്രൂഫ്. പോലീസ് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് മച്ച് ഇൻഫർമേഷൻ. പക്ഷെ ഇടയ്ക്ക് അദ്ദേഹം പാർട്ടിയിലേക്ക് ചായ്വ് കാട്ടുന്നതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വരും. അതിപ്പോ പിടിച്ചു നിൽക്കാനായിട്ട് ഇനിയിപ്പോ അവിടെ പറ്റുന്നില്ലെങ്കിൽ ഇപ്പുറത്തോട്ട് പോകും. അതൊക്കെ ഇറ്റ്സ് ഓൾ പൊളിറ്റിക്സ്, യുനോ. അപ്പൊ പാർട്ടി എന്നതിനെയും താണ്ടി ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മലയാളി. അതെ. അപ്പൊ പാർട്ടി ജിൻസ് പറഞ്ഞ റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ കറപ്ഷൻ കാണിച്ചെന്ന് പറയാൻ പറ്റുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇദ്ദേഹം ഈ ഒരു കാര്യം വന്നിട്ട് നാട്ടിലുള്ള പൊളിറ്റിക്സ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിട്ട് അത് ഇവിടെ പിന്നെ അത് പ്രയോഗിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം നാട്ടില് ഇത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ സമയം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഫേക്ക് ഇത് ഉണ്ടാക്കുക, എന്നിട്ട് അവർക്ക് അവരുടെ ഇതില് അനുകൂലമാകുന്ന കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് നടത്തുക എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി നടത്തുന്നുണ്ട്. അതിനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ഇവിടെ ശ്രമിച്ചതാണോ? എന്താണ് ജിൻസിന്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നില്ല പറ്റീഷ, ഇത് വളരെ ഇന്റൻഷണൽ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു ക്രൈം ആയിരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് 30,000 to 150K എന്ന് പറയുന്നത് ഒരു വർഷത്തെ സാലറി പോലും വരുന്നില്ല. അപ്പം അത്രയും ചെറിയൊരു എമൗണ്ട് ഇത് ഇപ്പൊ ഈ കറപ്ഷൻ ചാർജ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരു സ്മെല്ല് കിട്ടിക്കാണും അദ്ദേഹം അടുത്ത. കാരണം ഒന്ന് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് നല്ല ശതമാനം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ലീനിയന്റ് ആയിട്ട് ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു കാരണമായിരിക്കാം. കാരണം ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പം ഈ പറയാം $1 ആണേലും $1 ബില്യൺ ആണേലും കറപ്ഷനാണ്. അത് ശരിയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സാധ്യതയുണ്ട്. ഞാൻ ആദ്യം തന്നെ ഷാജന പറഞ്ഞ പോയിന്റിൽ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ രാഷ്ട്രീയത്തിലെ ഈ അടിത്തടകൾക്ക് നമ്മൾ ഇന്ത്യക്കാര് മോശമല്ല. അപ്പം അതുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് 100% നമുക്കിത് റൈറ്റ്. ചെറിയൊരു എമൗണ്ട് ഈ പ്ലീഡ് ചെയ്യുന്നതും പിന്നെ തെളിവായിട്ട് ഇപ്പൊ ചെറിയൊരു പരിപാടിക്കകത്ത് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ലാതെ വരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സൈൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ അയാള് ഇൻഡയറക്റ്റ് ആയിട്ട് ഇനി അതിൻ്റെ അകത്ത് പെട്ടുപോയതാണെങ്കിലും നമ്മൾ പൊതുവെ ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഒരു കഴിവാണ്. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് അയാൾ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം. അത് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ വളരെ ഒരു പൊളിറ്റിക്കൽ ഒരു വ്യൂ അങ്ങനെയാണ്. അപ്പം അത് കുറ്റം ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷെ അത് ഇന്റൻഷണൽ ആയിട്ട് വന്നതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഈ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയോടുള്ള ഒരു താല്പര്യം പല സ്ഥലത്തും ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ആസാദ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റിയ, ലോകം മുഴുവൻ ഈ ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഒരു സ്ട്രോങ് പില്ലറായ ലാസ്റ്റ് റിസോഴ്സസ്, അതായത് നമുക്കൊരാശയം എന്നുള്ളൊരു ഈ ജുഡീഷ്യറിക്ക് പലയിടത്തും കളങ്കമേറ്റിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് നിരവധി കേസുകളുണ്ട്, നിരവധി ഇഷ്യൂസ് ഉണ്ട്, സുപ്രീം കോടതി വരെ പോകുന്ന. കാരണം ഇതിന്റെ ഒരു സെലക്ഷൻ ഓഫ് പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രോസസ്സ് ഒരു ജഡ്ജി ഇപ്പൊ അമേരിക്കയിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം 9 സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടെങ്കിൽ അവർ ആരോടൊക്കെ ഡെമോക്രാറ്റിനോട് ലീനിയന്റ് ആണോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സെലക്ടഡ് ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു വലിയ ഇഷ്യൂ വരുമ്പോൾ അവരുടെ ആ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒരു വലിയ കൺസേൺ ആണ്. ഇവിടെ നിയമം ആ രീതിയിലല്ല വ്യാഖ്യാനിക്കുന്നത് എങ്കിൽ കൂടിയും അത് ആ രീതിയിലാണ്. പക്ഷെ ഇതിനൊരു ഒരു അപച്യുതി വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതിപ്പോ അമേരിക്കയിലോ ഇന്ത്യയിലോ മാത്രമല്ല, പല രാജ്യങ്ങളിലും അത് ഇതിനേക്കാളും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ ആക്ച്വലി ജിൻസ് അത് പറയുന്നതിന് മുന്നേ ഞാൻ എന്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യമാണ്, ഈ $150,000 വേണ്ടി പുള്ളി എന്ത് മണി ലോണ്ടറിങ് നടത്തി പുള്ളിയുടെ ഒരു കരിയർ. ഞാൻ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ദാറ്റ്. ഞാൻ 150,000 എന്ന് പറയുന്നില്ല, അതിനുള്ളിലാണ് 30 to 150 എന്നാണ് പറയുന്നത്. ഇതെല്ലാം പറയുമ്പോഴും ഞാൻ പെട്ടെന്ന് ആദ്യം ചിന്തിച്ചു, ഈ ഒരു 30 to 150,000 ഇൻ ബിറ്റ്വീൻ ഒരു എമൗണ്ടിന് വേണ്ടി
പുള്ളിക്കാരൻ ഒരു മണി ലോണ്ടറിങ്, പർപ്പസ്ഫുൾ മണി ലോണ്ടറിങ് നടത്താനുള്ള സാധ്യതയുണ്ടോ? കാരണം ഒന്ന്, ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ആ കൗണ്ടിയിൽ. നമ്മളിവിടെ ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ കൗണ്ടി കമ്മീഷൻ ചെയർ എന്നാ പറയുന്നത്. കൗണ്ടി കമ്മീഷണേഴ്സും കൗണ്ടി കമ്മീഷൻ ചെയർമാൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നാസ കൗണ്ടിയിലാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയും, ഡി ക്യാപ് കൗണ്ടിയിൽ അവർ പറയും കൗണ്ടി എക്സിക്യൂട്ടീവ് എന്ന് പറയും, സിഇഒ പറയും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരാണ്. ബട്ട് ഹി ഇസ് ദ ടോപ്പ് ഇൻ ദാറ്റ് കൗണ്ടി. ഇപ്പം ആ ഒരു കൗണ്ടിയുടെ ഹെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഇഒ എന്ന് പറയുന്നത് പുള്ളിയാണ്. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ മനസ്സിൽ പോയ ഒരു റീസണിങ് എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇതൊരു എലക്ഷൻ ഫണ്ടുമായിട്ട്, ഇപ്പോഴും നമുക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല, ഒരു പക്ഷേ എലക്ഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അക്കൗണ്ട്സിനകത്തിൽ അത് അങ്ങനെ പലർക്കും പറ്റുന്നുണ്ട്. അതിന്റെ എത്ര ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയില് എന്താ പറയാ, ഇത് മേടിക്കുന്നതിനും തന്റെ പ്രചാരണത്തിനായി വ്യക്തിഗത ഫണ്ട് കടം കൊടുക്കുന്നതിനും വായ്പ തിരിച്ചടയ്ക്കുന്നതിനും നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവര് പോലീസ് ഇപ്പോഴും ഇൻഫർമേഷൻസ് വെളിവിട്ടിട്ടില്ല. അപ്പൊ എന്റെ ഒരു ചിന്ത, ഞാനത് ചിന്തിച്ച ഒന്നാമത്തെ കാര്യം, കാരണം നമ്മളൊക്കെ ഈ ഇലക്ഷൻ വരുന്നു, നമ്മൾ പലരും മത്സരിക്കാൻ കൺസിഡർ ചെയ്യുന്നവരൊക്കെയാണ്. ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ കൺസിഡറിങ് പല ഓപ്ഷൻസ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടത് കൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഇതായിരിക്കും, ഇലക്ഷൻ ഫണ്ടിനകത്തിൽ ഒരു മാനിപ്പുലേഷൻ അറിയാതെയോ അറിഞ്ഞോ നടന്നിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ വിച്ച് ഹണ്ട് ഫ്രം ദ ഡിസ്ട്രിക്ട് അറ്റോർണീസ്. അപ്പൊ ജെൻസ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. പുള്ളി റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ചേരാനായിട്ട് ഒരു താല്പര്യമുണ്ട് എന്ന് ഡെമോക്രാറ്റ്സ് അറിഞ്ഞ സാഹചര്യം പുള്ളിയുടെ ഭാവി, പുള്ളിയുടെ ഫ്യൂച്ചർ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പാർട്ടി തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത പരിപാടിയാകാനാണോ സാധ്യത? ഞാനിപ്പോ ബിക്കോസ് പുള്ളി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി, കാരണം യൂഷ്വലി ഇവിടെ മില്യൺസ് ഓഫ് ഡോളറിന്റെ അഴിമതി നടത്തിയിട്ട് ഭയങ്കര തോന്നിയാസങ്ങളെല്ലാം നടത്തിയിട്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് അറ്റോർണി ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇത്രയൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് പാർട്ടി പറയുകയാണ് റിസൈൻ, ഇമ്മീഡിയറ്റ്ലി റിസൈൻ. എന്നിട്ട് പാർട്ടി തന്നെ പുള്ളിക്ക് എഗൻസ്റ്റ് ആകുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇത് പറയുമ്പോഴാണ് എനിക്ക് നമ്മുടെ മലയാളികളോട് സഹതാപമുള്ളത്. കാരണം എന്താ അറിയോ, ഇവരെപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയെ നോക്കി റിപ്പബ്ലിക്കൻസ് മുഴുവൻ റേസിസ്റ്റാ, അവന്മാര് മുഴുവൻ മഹാ അലമ്പുകളെ, എല്ലാവരും മലയാളിയെ കണ്ടുകൂടാ. പക്ഷെ യഥാർത്ഥ റേസിസം ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്യുവർ പൊളിറ്റിക്സ് പറയാണ്, യഥാർത്ഥ റേസിസം ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവര് വേറെ ചിലടത്തൊക്കെ ഇത് പോയ. സോ ഐ സീരിയസ്ലി ബിലീവ് there is some element of that is involved. കാരണം അയാളൊരു ഇന്ത്യക്കാരനാണ്. അവിടെ ഏതോ ഒരുത്തൻ ആ പൊസിഷനിൽ കണ്ണുവെച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ഇയാൾ റിപ്പബ്ലിക്കൻ ആകാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ വന്നപ്പോഴത്തേക്കും തീർത്ത് കളഞ്ഞേക്കാം. ഈ ഒരു കാര്യത്തിന്റെ അകത്ത് ആർക്കും എനിക്ക് തോന്നുന്നില്ല എതിരഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഒരേ അഭിപ്രായത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ ആനുവൽ സാലറി എന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് 200K ആണ് സാലറി മാത്രം. അപ്പൊ അത്രയും സാലറി മേടിക്കുന്ന ഒരു ജഡ്ജ്, അതായത് അങ്ങനെ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്, ഇപ്പൊ മിസ്റ്റർ ഷാജൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 140,000 അല്ലെങ്കിൽ ഒരു 130,000 വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നുണ്ടത്, ഞാൻ പ്രചാരണത്തിന് വേണ്ടി വ്യക്തിഗതമായിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് ഫണ്ട് മേടിക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും അതൊരു ഫലനിയായിട്ട് അതൊരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റില്. അതൊരു സ്റ്റേറ്റ്മെന്റ്. അതുകൂടാതെ അറിയത്തില്ല, നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക്, ഈ നാട്ടിലുള്ള ഇലക്ഷൻ പ്രോസസ്സിൽ ഇവിടുന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടിന് ആനുപാതികമായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നടക്കുന്ന ചില ചെലവുകളും കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അപ്പോഴും അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോഴും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോഴും അത് മേടിക്കുന്നതിന് എത്ര തുക മേടിക്കുന്നു എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നമ്മുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഫണ്ടിനെ കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം.
17,000 വോട്ടുകളുള്ള എന്റെ ഇവിടെയുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ് ഹൗസിലേക്ക് കഴിഞ്ഞ മുൻപിലത്തെ തവണ മത്സരിച്ച ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഞങ്ങൾ $700,000 റേസ് ചെയ്തു. ചരിത്രത്തിൽ പുള്ളിക്ക് അത് ചെയ്യുന്നത്. സാധാരണ $20,000-30,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലക്ഷൻ കഴിയും. പക്ഷെങ്കിൽ ഡെമോക്രാറ്റ്സ് അതുപോലെ ഫണ്ട് പമ്പ് ചെയ്തത് കൊണ്ട് $690,000, ഓൾമോസ്റ്റ് $700,000 ഞങ്ങൾക്ക് റേസ് ചെയ്യണമെന്നു ആ ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടി. ഇവിടെ ലിമിറ്റ് ഇല്ല. ഇവിടെ ഒരു ചെറിയ ഹൗസ് സീറ്റിന് വേണമെങ്കിൽ 10 മില്യണും റേസ് ചെയ്യാം. പക്ഷെ ആ 10 മില്യണും സ്പെൻഡ് ചെയ്തോളൂ. എന്തിന്? ഇലക്ഷൻ സ്പെൻഡ് ചെയ്തോളൂ. ആസാദ് 1 മില്യൺ റേസ് ചെയ്തേച്ച് ഭാര്യയും പിള്ളേരെ എല്ലാം കൂടെ ബിസിനസ് ക്ലാസ് ടിക്കറ്റും എടുത്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പ് അടിച്ചിട്ട് വന്നിട്ട് ഇത് ക്യാമ്പയിന്റെ ചെലവിൽ എഴുതാന്ന് കണ്ടു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഇലക്ഷൻ വരും. കോർപ്പറേഷൻ ഇലക്ഷൻ ഇത്ര, നിയമസഭയ്ക്ക് ഇത്ര, പിന്നെ പാർലമെന്റിലേക്ക് ഇത്ര എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അത് നമ്മള് അവിടെ പക്ഷെ ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടിയാണ് ചെലവാക്കുന്നത്. എന്നിട്ട് നമ്മൾ കാണിക്കുമ്പോ, സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലിമിറ്റിനകത്തുള്ള പിന്നെ എന്താ പറയാ ഇൻവോയ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരു കള്ളക്കണക്കാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ നാട്ടിൽ അതാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, ഷാജൻ പറഞ്ഞതുപോലെ, നമ്മളിവിടെ കൃത്യമായിട്ട് അത് കാണിക്കണം. നമ്മൾ എവിടെയാണ് ഇതുപോലെ ഇപ്പോ നേരത്തെ നമ്മുടെ ജിൻസ് പറഞ്ഞതുപോലെ നാട്ടിലുള്ള മീഡിയയെ ഫോളോ ചെയ്യാൻ അയക്കുന്ന പോലെ തന്നെ ഇവരിവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിപ്പോ പിന്നെന്താ സിവിലായാലും അല്ലെങ്കിൽ അവര് പിന്നെ എങ്ങനെയാണെങ്കിലും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്, അത് കൃത്യമായിട്ട് അവർ അറിയുമെന്നുള്ളത് അത് കാര്യമാണ്. അപ്പൊ അതിലാണ് ഇദ്ദേഹം എന്താ പറയാ അകപ്പെട്ടു പോയിരിക്കുന്നതെന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോ ആസാദ് ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ യശ്വന്ത് വർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, ഇത് ആരോ പിന്നെ കൃത്യമായിട്ട് അത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തതാണെന്നൊരു തോന്നല് ആസാദിനുണ്ടായപ്പോ എന്തുകൊണ്ട് KP ജോർജിന്റെ ആ വിഷയത്തിൽ നമുക്ക് എന്തുകൊണ്ട് തോന്നിയില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്. എന്തായാലും ഇവിടം വരെ എത്തി. ഇനി ആസാദിന് എന്താണ് അതിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളത്? അല്ല, എവിടെയാണെങ്കിലും ഒരു കാര്യം മാത്രം ആർക്കും സംശയമില്ല. എപ്പോഴും ജുഡീഷ്യറി എന്ന് പറയുന്നത് സംശയത്തിന് അതീതമായി ഉയർന്നു നിൽക്കേണ്ട ഒരു പില്ലർ തന്നെയാണ്. ഈ ഫോർത്ത് എസ്റ്റേറ്റിലെ ഏറ്റവും ഉന്നതമായ പദവിയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ആ പില്ലറിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ ഏത് രീതിയിൽ ഉള്ള, ഇപ്പോൾ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഒരാളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഉള്ള അന്വേഷണമാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പരമായിട്ടുള്ള ഒരു രാജ്യത്ത് അതിന്റെ ജുഡീഷ്യറി ജനങ്ങൾക്ക് നൽകേണ്ട ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ ജുഡീഷ്യറിയെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അതായിരിക്കണം പരമപ്രധാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതിനു മുന്നേ ആയിട്ട് എന്തായാലും ഇത്രയും നല്ലൊരു ചർച്ച ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് കമ്മ്യൂണിറ്റി ന്യൂസും കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് ജിൻസുമോൻ പറയാനുള്ളത്? ഇന്ന് കാര്യമായ കമ്മ്യൂണിറ്റി ന്യൂസ് ഒന്നുമില്ല. ഇന്നിപ്പം ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ 10ാമത് കോൺഫറൻസ് പെൻസിൽവാനിയയിലെ പോക്നോസിൽ വെച്ച് നടക്കുവാണ്. അത് മെയ് 3, 4, 5 ദിവസങ്ങളിലാണ് അത് നടക്കുന്നത്. അപ്പൊ അതിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ഷാൻ ജസ്റ്റിസും അതിന്റെ ട്രഷറർ സണ്ണി ജോർജും കൂടെ ഒരു സംയുക്ത പ്രസ്താവന ഇന്ന് എല്ലാ പത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, ഒന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പരിചയസമ്പന്നരായ ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ, മലയാളികളും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘടനയാണ്. അമേരിക്കയിലെ ഒരു ലാർജസ്റ്റ് ജേർണലിസ്റ്റുകളുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘടനയാണ്. വളരെ വിപുലമായ രീതിയിൽ പെൻസിൽവാനിയയിൽ വെച്ച് നടത്തുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പ്രസ് റിലീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വിശേഷങ്ങളും ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുമെന്നാണ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാനഡയിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ന് എന്തെങ്കിലും ന്യൂസുകളുണ്ടോ സാധേ? കാനഡയിൽ നിന്നും ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഈ പറയുന്ന കോൺഫറൻസിനായിട്ട് കാനഡയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്. അതിന്റെ വിവിധ ചാപ്റ്ററുകളിൽ അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിനുള്ള അങ്ങോട്ടേക്ക് വരാനുള്ള ആളുകൾ തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള അന്ന് നടക്കുന്ന
നടക്കുന്ന ആ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ആ കോൺഫറൻസുകൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാനഡയിലും അതിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഷാജൻ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? ഒന്നുമില്ല, പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം.